ഓരോ രാത്രിയും ഉറക്കം തേടി കഴിയുന്നവരാണോ നിങ്ങൾ? ശരാശരി 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കാറുണ്ടോ? ഉറക്കം സ്കിപ്പായി എന്ന് മനസ്സിലാക്കിയ അപ്പൊ തന്നെ എന്തെങ്കിലും മെലറ്റോണിൻ അടങ്ങിയിട്ടുള്ള ഗുളികകളിലേക്ക് ഡിപ്പെൻഡഡ് ആയി മാറാറുണ്ടോ നിങ്ങൾ? ഒരു രാത്രി പ്രോപ്പറായി ഉറങ്ങാൻ പറ്റാതെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വളരെ ടയേർഡായി എണീറ്റ് അന്നത്തെ ദിവസം മൊത്തം ആ സ്ലീപ്പ് കൊണ്ടുപോയ ഒരു എഫക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഒട്ടുമിക്ക പേരും, അല്ലെ? ഓൾസോ പോസ്റ്റ് ലഞ്ച് ലെഥാർജി, ഉച്ചയ്ക്ക് ഊണിന് ശേഷം വരുന്ന ആ ടയർഡ്നെസ്, ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ ആ പ്രീവിയസ് നൈറ്റ് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ല. നല്ല പ്രോപ്പർ ആയിട്ട് ഉറങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ബെഡിൽ കിടക്കുകയും എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ അപ്പൊ തന്നെ ഞെട്ടി ഉണർന്ന് പിന്നീട് ഉറക്കത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ശരിയായ ഉറക്കം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഉറക്കക്കുറവ് ദീർഘായുസിനെയും ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. ആയുർവേദത്തില് ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം എംഫസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചരക സംഹിത സൂത്രസ്ഥാനത്തിൽ പറയുന്ന ഈ ശ്ലോകം പോലെ, നിദ്രായത്തും സുഖം ദുഃഖം പുഷ്ടികാർഷ്യം ഫലാബലം ദൃശ്യത ക്ലിബത ജ്ഞാനം അജ്ഞാനം ജീവിതം നാച്ച. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും ഒരാളുടെ ആരോഗ്യവും അനാരോഗ്യാവസ്ഥയും, അയാളുടെ സ്ട്രെങ്ത്തും അയാളുടെ വീക്ക്നെസ്സും, അയാളുടെ ബോഡി ബിൽഡും, അയാളുടെ മാൽനറിഷ്മെന്റും, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യവും, അയാളുടെ ജീവിതവും മരണവും എല്ലാത്തിലും ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നത് അത്ര നല്ല കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സോ അതിനെ ടാക്കിൾ ചെയ്യണ്ടേ? ലെറ്റ്സ് എക്സ്പ്ലോർ വാട്ട് ആയുർവേദ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ഇൻ കണ്ടീഷൻസ് ഓഫ് ഇൻസോംനിയ, സ്ലീപ്ലെസ്നെസ് ഓർ വാട്ട് യു കോൾ ഇറ്റ് ആസ്. ഉറക്കക്കുറവിന് പല കാരണങ്ങളും ഉണ്ടാവാം. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആവാം, നമ്മളെ സ്ട്രെസ് ആവാം, ഹോർമോൺ ഇംബാലൻസ് ആവാം, മറ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആവാം. ബട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടിപ്സ് നിങ്ങളുടെ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ്. ഫോർ ദോസ് ഫോക്സ് ഹു ആർ സീയിങ് മീ ഫോർ ദ ഫസ്റ്റ് ടൈം, ഐ എം ഡോക്ടർ അനാമിക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ഇറ്റ്, ഗോ ത്രൂ ദി അതർ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഗിവ് ഇറ്റ് എ ബിഗ് തംസ് അപ്പ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഹു ആർ ഇൻ നീഡ്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഉറങ്ങുന്നതിന് ഒരു 3 അവർ മുൻപേ എങ്കിലും നിങ്ങളുടെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളൊരു 10 മണി തൊട്ടുള്ള ടൈം എന്ന് പറയുന്നത് ബോഡിക്ക് റീസ്റ്റോർ ചെയ്യാൻ, ഫോർ ദ നെക്സ്റ്റ് ഡേ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. അവിടെയാണ് നമ്മുടെ ബോഡിയിൽ ഇന്റേർണലി കുറച്ച് ഡീടോക്സിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത്. നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ മറ്റ് ബോഡി പാർട്സിന്റെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഇവിടെയാണ് നമ്മൾ ആ ഡേയിൽ കഴിച്ച ആഹാരത്തിന്റെ ഡൈജഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബോഡിയിലെ ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സെല്ലുകളുടെ റിപ്പയറും ഡാമേജ് കറക്ഷനും ഒക്കെ ബോഡിയിൽ നടക്കുന്ന ഒരു ടൈം പീരീഡ്. സോ ആ സമയത്ത് നമ്മൾ ആഹാരം കഴിച്ച് ബോഡി ഓർഗൻസിനെ ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ലീവ് ഇറ്റ് ഫോർ ദ ഹോൾ നൈറ്റ് ടു റിപ്പയർ ദ ഡാമേജ്ഡ് സെൽ ഇൻ ദി ബോഡി. ആയുർവേദപരമായി പറയുമ്പോൾ ഒരു പിത്തകാലമാണത്. ആ ടൈമിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ബോഡി ഓർഗൻസിനെല്ലാം ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ആ റിപ്പയർ ടൈം മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ യുവർ സ്ലീപ്പ് വിൽ ബി പീസ്ഫുൾ. സോ പ്രത്യേകിച്ച് ആസിഡ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ സ്നോറിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ സ്ലീപ്പ് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേവർ ആണ് ഡിന്നർ മേക്ക് ഇറ്റ് അറൌണ്ട് 6 or 6:30, മാക്സിമം 7, ആൻഡ് ദെൻ ഗോ ടു ബെഡ് ബൈ 10 or 10:30. ഇനി രണ്ടാമതായിട്ട് ഡേ ടു ഡേ ലൈഫിലുള്ള സ്ട്രെസ്സും നെക്സ്റ്റ് ഡേയെ കുറിച്ചുള്ള ആൻസൈറ്റിയും ഇതൊക്കെ കാരണമാണ് നിങ്ങൾക്ക് ഉറക്കക്കുറവ് വരുന്നതെങ്കിൽ അത് ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് പാദ അഭ്യംഗം, വിച്ച് ഇസ് നത്തിങ് ബട്ട് എ ഗുഡ് ഫുഡ് മസാജ്. ഫുഡ് മസാജിലൂടെ നമുക്ക് ഡീപ്പ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. നമ്മൾ ഏതെങ്കിലും സെസമി ബേസ്ഡ് ഓയിൽ അല്ലെങ്കിൽ ഈവൻ ഇഫ് കോക്കനട്ട് ഓയിൽ ഇസ് ദേർ, യു ക്യാൻ യൂസ് ഇറ്റ് ആസ് വെൽ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ പാദം നല്ല പോലെ മസാജ് ചെയ്യാം. മേക്ക് ഇറ്റ് അറൌണ്ട് 15 or 20 minutes നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. ദർ ആർ ലോട്ട് ഓഫ് മർമ്മ പോയിന്റ്സ് നമ്മുടെ ഫൂട്ടില്, അതുപോലെ തന്നെ മച്ച് മോർ നെർവ് എൻഡിങ്സും നമ്മുടെ ഫൂട്ടിലുണ്ട്. സോ ഇതിനെല്ലാം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൂട്ടിലേക്ക് പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ വരികയും നമ്മളെ ബ്രെയിനിനെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഈ പ്രൊസീജിയർ. തന്മൂലം നിങ്ങൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും. ഇനി ഒരു മർമ്മ ടെക്നിക്ക് പറഞ്ഞുതരാം. കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് താടിക്ക് കൈ കൊടുത്ത് പഠിക്കരുതെന്ന് പറയാറില്ലേ? ബേസിക്കലി അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് ഉറക്കകാല മർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മർമ്മം ഉള്ളത്.
ആ മർമ്മത്തിന് ഹൈപ്പർ സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മയങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ ആ ടെക്നിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സൂതിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം. അതിനുശേഷം കണ്ണുകൾ അടച്ച് നല്ല ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ മർമ്മ പോയിന്റിൽ ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സ്ലോലി നിങ്ങൾ ഉറക്കത്തിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. കിടന്നിട്ട് ഉറക്കം വരാതെ ഒരുപാട് തോട്ട്സ് മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിംഗ് ഹെർബൽ ഡ്രിങ്ക് ആണ് ചെറു ചൂടുള്ള പാലിൽ ഒരു പിഞ്ച് നട്ട്മെഗ് പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് കുടിക്കുക. ഇത് നിങ്ങളുടെ നെർവ് സിസ്റ്റത്തിന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ ഈ ഓവർ തിങ്കിങ് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇനി 5ാമത്തെ ടെക്നിക്കാണ് നമ്മുടെ കാലുകൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനീഷ്യലി ഒരു 15 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. മേക്ക് ഷുവർ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന വെള്ളം ഒരു 38 to 42 ഡിഗ്രി സെൽഷ്യസിലുള്ളതാണെന്നുള്ളത്. ഓക്കെ, ഇത് തെർമോ റെഗുലേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കാലുകളിലേക്കുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ഡയലേറ്റ് ആവും, എന്നിട്ട് അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും. ഇതുമൂലം നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് ഹൈപ്പർ ആയിട്ടുള്ള ഈ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് ബ്രെയിനിന് ഒരു റെസ്റ്റിംഗ് ഫേസിലേക്ക് പോകാനുള്ള സിഗ്നലാണ് കൊടുക്കുന്നത്. അതുമൂലം ബ്രെയിനിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോളായി കാലുകളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി 6ാമതായിട്ടുള്ള കാര്യമാണ് അവോയ്ഡ് ടീ ആൻഡ് കോഫി ടുവേർഡ്സ് ബെഡ് ടൈം. പ്രത്യേകിച്ച് സൺസെറ്റിന് ശേഷം ചായയും കോഫിയും കഴിക്കുന്ന ഹാബിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. കഫെയിൻ നമ്മുടെ സ്ലീപ്പ് പ്രൊമോട്ടിംഗ് കെമിക്കലായ അഡിനോസിന്റെ പ്രൊഡക്ഷനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതുവഴി നമ്മുടെ ഇന്റേണൽ ബോഡി ക്ലോക്കും ഡിസ്റ്റർബ് ആവും. ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ശംഖുപുഷ്പത്തിന്റെ ചായ. ശംഖുപുഷ്പത്തിന്റെ ടീ, ബട്ടർഫ്ലൈ പീ ടീ എന്നൊക്കെ പറയുന്ന ബ്ലൂ പീ ടീ, ഇത് നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുൻപ് ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ബോയിൽ ചെയ്ത ഈ ശംഖുപുഷ്പത്തിന്റെ വാട്ടർ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഇതും നമ്മളുടെ ഉറക്കത്തിന്റെ മെലാറ്റോണിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൈൻഡിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി തന്നെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്ക് കുറച്ചിട്ട് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, നിങ്ങളുടെ മൊബൈൽ ആവട്ടെ ലാപ്ടോപ്സ് ആവട്ടെ എന്ത് തന്നെ ആയാലും അത് ഒഴിവാക്കുക. പകരം എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ റീഡ് എ ഗുഡ് ബുക്ക്, ഒരു കാമിങ് സ്റ്റോറി. അത് നിങ്ങൾക്ക് വായിക്കാം. ത്രൂ ഔട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നല്ലൊരു ബുക്ക് വായിക്കാം. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ത്രാടക് ധ്യാൻ. അതിന് നിങ്ങൾക്ക് യോഗയിലൊരു ത്രാടക പറഞ്ഞ ഒരു ടെക്നിക്കാണിത്. യൂസ് ചെയ്യാവുന്നത് മേ ബി എ ക്യാൻഡിൽ, ഒരു ലൈറ്റ് ചെയ്ത ക്യാൻഡിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊന്ന് കുറച്ചു നേരം ഗേസ് ചെയ്യുക, നോക്കി നിൽക്കുക. ഇതുവഴി നമ്മളെ മെലാറ്റോണിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതാണ്. അതുവഴി തന്നെ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനും സാധിക്കും. ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ബെഡ്റൂമിൽ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വെക്കാതിരിക്കുക. നമ്മുടെ അറ്റൻഷൻ അതിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റേഡിയേഷന്റെ പേടിയുള്ളവർക്ക് ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഹെൽപ്ഫുൾ ആയ ഫാക്ടർ ആയിരിക്കും, അല്ലെ? സോ അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് യൂസിങ് എനി സോർട്ട് ഓഫ് ഗാഡ്ജറ്റ്സ്. അത് TV കാണുന്നത് മുതൽ എല്ലാം ഉൾപ്പെടും. ഇതെല്ലാം നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. നമ്മുടെ ദിനചര്യന്റെ ഭാഗം കൂടിയാണ് ഈ സ്ലീപ്പും. കറക്റ്റ് ടൈമിൽ ഉറങ്ങി കറക്റ്റ് ടൈമിൽ എണീക്കുക എന്നുള്ളത്. സോ ഇന്റേണൽ ബോഡി ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ സിമ്പിൾ 7 സ്റ്റെപ്സ്, ഇതൊന്ന് Day 1 സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഇറ്റ്സെൽഫ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സിവിയർ ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു കുറേ കാലം നീണ്ടു നിന്നിരുന്ന ആ സ്ലീപ്പ് ഇഷ്യൂസിന് ഇതൊരു നല്ല പരിഹാരം തന്നെയായിരിക്കും. ആൻഡ് ഈവൻ ആഫ്റ്റർ ഡൂയിങ് ദിസ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് സ്ട്രെസ്സോ ആൻസൈറ്റിയോ കൺട്രോളിൽ വരുത്തിയതിനു ശേഷവും നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സ്ലീപ്പ് മെഡിക്കേഷൻസിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ്. നിയർ ബൈ ആയിട്ടുള്ള ഒരു ഫിസിഷ്യനെ, നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കാണാം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസും കൗൺസിലിംഗ് ഇഫ് നെസസറി അതും എടുക്കുക. ദാറ്റ്സ് അബൌട്ട് സ്ലീപ്പ് മാനേജ്മെന്റ് മെത്തേഡ്സ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഉറക്കമില്ലാത്ത ആ ഒരു ഫ്രണ്ടിനെ ഇത് അയച്ചു കൊടുക്കൂ. ആൻഡ് ടെൽ ദം there are a lot of methods to bring back that baby sleep. And see you on next video. Till then, it's me, Dr. Navika, signing off with a gentle reminder: health is the only wealth that stays for a lifetime. Thank you. Bye. Thank you for watching. Subscribe for more health videos.